ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുറയൂരും ഒരു പ്രധാന ഇടമായിരുന്നു. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ദളിത് വിഭാഗത്തിനായി വിദ്യാഭ്യാസത്തിനും ആരോഗ്യശീലങ്ങൾക്കുമായി ഗാന്ധി സദനം എന്ന ആശ്രമം തുടങ്ങുമ്പോൾ അതിൻ്റെ ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് തൻ്റെ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് PM ഉണ്ണികൃഷ്ണൻ. ഞാൻ PP ഗോപാലദാസൻ. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, എലിമെൻ്ററി വിദ്യാഭ്യാസം കേളപ്പജി സ്ഥാപിച്ച് മഹാത്മാഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്ത ഗാന്ധി സദനം എന്ന് നാമകരണം ചെയ്ത ഈ സ്ഥാപനത്തിലെ അന്തേവാസിയായിട്ട് ആണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിൽക്കാലത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് പെൻഷൻ പറ്റിയ ആളാണ് ഞാൻ. അപ്പോൾ ഈ സ്ഥാപനമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം എൻ്റെ കൊച്ചുനാളിലെ എനിക്കുണ്ട്. ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ തകർച്ച അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടെ വന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. ഇന്ന് ഈ സ്ഥാപനം അതിൻ്റെ തകർച്ചയിലാണ്. ഗവൺമെൻറ് തലത്തിലോ മറ്റു രീതിയിലോ യാതൊരു സഹായവും ലഭിക്കാത്തത് കാരണം ഈ ചരിത്ര സ്മാരകം എപ്പോഴത് വിസ്മൃതിയിലാവും എന്ന് ഊഹിക്കാൻ പറ്റാത്ത ഒരു 1930-കൾ മുതൽ 3 പതിറ്റാണ്ടോളം കാലം ഉത്തര കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ, വിശേഷിച്ചും സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ PM ഉണ്ണികൃഷ്ണൻ. എന്നാൽ എന്തുകൊണ്ടോ ഉണ്ണികൃഷ്ണനെ വേണ്ടത്ര കണ്ടെടുക്കാനും മനസ്സിലാക്കാനും കേരളത്തിലെ ചരിത്രകാരന്മാർക്കും അക്കാദമിക ബുദ്ധിജീവികൾക്കും സാധിച്ചിട്ടില്ല. കെ. കേളപ്പൻ്റെ മാനസപുത്രൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഇന്ന് കൂടുതൽ അറിയപ്പെടുന്നുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കെ. കേളപ്പനും AKGക്കും ഒപ്പം ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം എത്രയോ കാലം നമ്മുടെ ചരിത്രത്തിൻ്റെ ചുമരിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഫോട്ടോയിൽ കാണുന്ന മൂന്നാമത്തെ ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്ന്, ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ വ്യക്തി ആരാണ് എന്ന് അരനൂറ്റാണ്ട് കാലത്തോളം കേരളത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചിട്ടില്ല. അരനൂറ്റാണ്ട് കാലം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ്റെ മരണത്തിന് ശേഷമുള്ള കാലമാണ്. ആ ഫോട്ടോ എടുത്തതിന് ശേഷമുള്ള ഏതാണ്ട് 6-7 പതിറ്റാണ്ട് കാലം ആ ഫോട്ടോയിലെ വ്യക്തിയെക്കുറിച്ച് കേരളത്തിൻ്റെ ചരിത്രം ഒരു ചോദ്യവും ചോദിക്കാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ളത് പോലും വാസ്തവത്തിൽ പഠനവിധേയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നീട് ചെറായി രാമദാസാണ് PM ഉണ്ണികൃഷ്ണൻ എന്ന ഒരു വ്യക്തിത്വത്തെ ആദ്യമായി കണ്ടെടുക്കുകയും ഇരിങ്ങത്തുകാരനായിട്ടുള്ള ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ആദ്യമായി പറയുന്നു. അതിനുശേഷമാണ് വളരെ പരിമിതമായ രീതിയിൽ അപൂർവം ചില ആളുകളുടെ ഒറ്റയായിട്ടുള്ള പഠനങ്ങളിലൂടെ ഉണ്ണികൃഷ്ണൻ്റെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചുരുൾ നിവർത്തിയിട്ടുള്ളത്. 1936 അഖില മലബാർ ഹരിജന സംഘം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ സംഘടനയുടെ അമരക്കാരനായി പയ്യന്നൂർ മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹം പങ്കെടുത്ത സമരങ്ങൾ നിരവധിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം മാത്രമല്ല, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്, ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിൽ പ്രത്യേകിച്ച് ഹരിജനങ്ങളുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള, അവരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ അസുഖബാധിതനാക്കിയത് മൂഴിക്കൽ വെച്ചിട്ടുള്ള ഒരു ഹരിജനങ്ങളുടെ സമ്മേളനത്തിൽ, കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കലിൽ
ഒരു യോഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ വിദ്യാലയത്തിലെ ബെഞ്ചുകളിൽ ഇരിക്കാൻ, വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കാൻ അവർണർ അത്രത്തോളം വളർന്നു പോയെന്ന് ചോദിച്ച് സവർണ പ്രമാണിമാർ നടത്തിയ കൊടിയ മർദ്ദനത്തെ തുടർന്ന് രോഗബാധിതനായി തീരുകയുണ്ടായി അദ്ദേഹം. ആ അവസ്ഥയിലും അദ്ദേഹം തൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മരണം വരെ ആ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെന്നും ആ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം ഇത്രയെല്ലാം ഞാൻ പറയുന്നത്, ഞാൻ ആരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല എങ്കിലും കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, അക്കാലത്തെ നവോത്ഥാന ചരിത്രത്തിൽ ചെറുതും വലുതുമായ പങ്കുവഹിച്ചിട്ടുള്ള പല ആളുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് അരനൂറ്റാണ്ടിലധികം കാലം PM ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾ ഇരുട്ടിൽ കഴിയേണ്ടി വന്നത് എന്ന ചോദ്യം അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും എങ്ങനെയാണ് കേരളത്തിലെ അവർണധാരയെ സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. സാഹിത്യകാരൻ, എഴുത്തുകാരൻ, സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ പ്രവർത്തകൻ, സംസ്കൃത പണ്ഡിതൻ എന്നീ നിലയിൽ PM ഉണ്ണികൃഷ്ണൻ അറിയപ്പെട്ടിരുന്നു. കേളപ്പൻ്റെ വളർത്തുപുത്രനും ഉത്തമ ശിഷ്യനുമായിരുന്നു PM ഉണ്ണികൃഷ്ണൻ. തുറയൂർ പഞ്ചായത്തിലെ ഇരിങ്ങത്ത് പ്രദേശത്താണ് PM ഉണ്ണികൃഷ്ണൻ ജനിച്ചത്. ശ്രദ്ധാനന്ദ വിദ്യാലയത്തിൽ ആദ്യകാല വിദ്യാർത്ഥിയായിരുന്നു. പട്ടാമ്പി സംസ്കൃത പാഠശാലയിൽ നിന്ന് വിദ്വാൻ, സംസ്കൃത പണ്ഡിതൻ എന്നീ പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ എഴുതപ്പെട്ട ലേഖനങ്ങൾ മാതൃഭൂമിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് മുൻപന്തിയിൽ പ്രവർത്തിച്ച ഒരു മാന്യദേഹമായിരുന്നു രംഗതനായ നമ്മുടെ ശ്രീമാൻ PM ഉണ്ണികൃഷ്ണൻ. ഗാന്ധിയൻ ആദർശങ്ങൾ, പ്രവർത്തന പരിപാടികൾ പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതത്തിൽ പകർത്തിയ മഹാനുഭാവനായിരുന്നു കേളപ്പൻ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് പ്രത്യേകിച്ചും തൻ്റെ ജീവിതകാലത്ത് കേളപ്പജി ഏറ്റെടുത്ത് നടത്തിയതായ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഉപ്പു സത്യാഗ്രഹം, കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടത്തിയ ഐതിഹാസിക യാത്രയിൽ ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ പോലും ഒരു അഡോളസെന്റ് പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ കാലഘട്ടത്തിൽ പോലും ഈ അണ്ണാരക്കണ്ണന് തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ വളരെ സജീവമായിട്ട് ആ പ്രവർത്തകർക്ക്, അതിൽ ആ പദയാത്രയിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ തൻ്റെ നിസ്തുലമായ സേവനം പങ്കുവഹിച്ചതായ ഒരു താരകം അല്ലെങ്കിൽ ഒരു നക്ഷത്രമായിട്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തുടർന്ന് നടന്ന 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കേളപ്പജി ഏറ്റെടുത്ത് നടത്തിയതാണ് കേരളത്തിൽ. ആ പ്രസ്ഥാനത്തിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യം വാനിൽ അട്ടഹസിക്കുന്ന രീതിയിൽ ആ മുദ്രാവാക്യം മുഴക്കി ആ ഒരു പ്രസ്ഥാനം കേരളത്തിൽ വിജയിപ്പിക്കാൻ തൻ്റെ പങ്ക് എത്രത്തോളം സഹായകമാണോ അത്രയും അതിന് പങ്കുവഹിച്ചതായ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതിൻ്റെ ഭാഗമായിട്ടുള്ളതായ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നാടാന്തരം താൻ വസിക്കുന്ന ഉൾനാടുകളിൽ പോലും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിച്ചതായ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു നമ്മുടെ PM ഉണ്ണികൃഷ്ണൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേളപ്പനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ സാമൂഹിക പരിഷ്കരണത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹം, കീഴൂർ ശിവക്ഷേത്ര സത്യാഗ്രഹം എന്നീ ഐതിഹാസിക സമരങ്ങൾ പങ്കാളിയായിട്ടുണ്ട്. ഈ ശ്രദ്ധാനന്ദ വിദ്യാലയം ഇടവരാനുള്ള കാരണം അഭ്യസ്തരായ ആളുകൾക്ക് പഠിപ്പിന് മറ്റും അനുവദിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ജലന്ധറിൽ വെച്ചാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്.
ആ തുടക്കത്തിൻ്റെ പേരിലാണ് ഈ വാക്കനാറുകം ശ്രദ്ധാനന്ദ ആര്യം എന്ന പേര് കൊടുക്കാൻ കാരണമായത്. പിന്നെ കേളപ്പജിയോടൊപ്പം പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്കും ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്കുമാണ് ഈ സ്ഥാപനത്തിന് ആ പേര് കൊടുക്കാനുള്ള കാരണം. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തി കൂടിയാണ് PM ഉണ്ണികൃഷ്ണൻ. അതാണ് അദ്ദേഹത്തെ പറ്റി ഇവിടെ പറയുകയുണ്ടായത്. ഗാന്ധിജിയോടൊപ്പവും കേളപ്പജിയോടൊപ്പവും പല സമരങ്ങളിലും പങ്കെടുത്ത് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇരിങ്ങത്ത് ദേശത്തെ PM ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന് പീഡനത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം മരിച്ചത്. കാലങ്ങളേറെയായിട്ടും അദ്ദേഹത്തെ നമ്മളിപ്പോൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ഉണ്ണികൃഷ്ണനെ ആരും മറക്കാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ കേളപ്പജിയെയും ഗാന്ധിജിയെയും ഓരോ പരിപാടികൾ ഇവിടെ നടക്കും തോറും ഇവരെ 3 പേരെ സ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ പരിപാടിയും ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. 1932 കേളപ്പൻ അധ്യക്ഷതയിൽ അഖില കേരള മലബാർ ഹരിജൻ സമാജം രൂപീകരണത്തിന് മുൻകൈയെടുത്തത് ഉണ്ണികൃഷ്ണനായിരുന്നു. തുടർന്ന് രൂപീകരണ ശേഷം സംഘടനയുടെ പ്രഥമ സെക്രട്ടറി പദവിയും വഹിച്ചിരുന്നു. ചരിത്രമുറങ്ങുന്ന വാക്കനാറുകുളം ഗാന്ധി സഭ PM ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി കേളപ്പജിയുടെ സന്തത സഹചാരിയായിരുന്നു. കേളപ്പജി ഏതെല്ലാം വഴികളിൽ കൂടെ സഞ്ചരിച്ചോ അതിൻ്റെ പിറകെ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഈ കെട്ടിട നിർമ്മാണത്തിന് പോലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിസ്തൂലമായിരുന്നു. ക്ഷേത്ര പ്രവേശനത്തിൽ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന എല്ലാ പരിപാടിക്കും ഉണ്ണികൃഷ്ണൻ കേളപ്പജിയുടെ പിന്നിൽ അടിയുറച്ചുണ്ടായിരുന്നു. കേളപ്പജി നേരത്തെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ട കേളപ്പജി ആ യാത്രയ്ക്ക് നേതൃത്വം വഹിക്കാൻ ആരും ഇല്ലാതിരുന്ന അവസരത്തിൽ എളിയവനാണെങ്കിലും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ നേതൃത്വം വഹിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ജാഥയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് പയ്യന്നൂരിലെത്തിയപ്പോൾ ആ ജാഥയുടെ പ്രാധാന്യം എന്താണ് പ്രാധാന്യം, അതിൻ്റെ അച്ചടക്കം, അതുപോലുള്ള പ്രവർത്തനങ്ങളും മറ്റും ആഹ്ലാദഭരിതരായ ജനങ്ങൾ കേരള ഗാന്ധി സിന്ദാബാദ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് കേരള ഗാന്ധിയായി മാറുന്നത്. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് ഈ കാര്യത്തിലൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം അകാലത്തിൽ ചരമം പ്രാപിച്ചു. വടുവൻ മർദ്ദനം, വേളം മർദ്ദനം, മൊറാഴി മർദ്ദനം, പാണമർദ്ദനം എന്നീ സംഘർഷങ്ങളുടെ ഭാഗമായി സവർണ വിഭാഗങ്ങളിൽ നിന്ന് നിരവധി മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ ശാരീരിക അവശതകൾക്ക് കാരണമായ പ്രധാന സംഭവമാണ് മൂഴിക്കൽ ഹരിജൻ മർദ്ദനം. 1946 ഏപ്രിൽ 14 ഹരിജൻ സമാജത്തിൻ്റെ മൂഴിക്കൽ LP സ്കൂളിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കവേ അനധികൃതമായി കയറി വന്ന സവർണ പ്രമാണിമാർ ചെറുമക്കൾ ബെഞ്ചിലിരിക്കാറായോ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണനെ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. വിദ്യാലയത്തിലെ വാതിലുകളും ജനാലകളും അടച്ചിട്ട് അവർ അദ്ദേഹത്തെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. മർദ്ദനത്തെ തുടർന്ന് അസുഖബാധിതനായിട്ടും തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ണികൃഷ്ണൻ വരുത്തിയിട്ടില്ല. 1951 ഇന്ത്യയിൽ നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പിൽ മലബാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ദളിത് സംവരണ സീറ്റിൽ മത്സരിക്കുകയുണ്ടായി. അത്യുജ്വലമായ അവകാശ പോരാട്ടങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ധീരനായ പോരാളിയായിരുന്നു PM ഉണ്ണികൃഷ്ണൻ. സവർണ മേധാവികളിൽ നിന്നും കഠിനമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും തൻ്റെ ആശയങ്ങളെ ചേർത്തുപിടിച്ച് ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിതാന്തമായി പോരാടിയ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ അതുല്യമായി നിലനിൽക്കുന്നു. എൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യേണ്ട സ്ഥാനത്ത് നിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാനാണ് എൻ്റെ വിധി. കോഴിക്കോട് ടൗൺ ഹാളിൽ PM ഉണ്ണികൃഷ്ണൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ കേളപ്പൻ്റെ വാക്കുകളാണിത്. നിറകണ്ണുകളോടുകൂടിയാണ് ഈ അനുസ്മരണ പ്രസംഗത്തിൽ സംസാരിച്ചിരുന്നത്. ഉത്തര കേരളത്തിൽ PM ഉണ്ണികൃഷ്ണൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ദളിത് സമൂഹത്തിലെ ജനങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ
ചെറുപ്രായത്തിൽ തുടങ്ങി മരണം വരെ പോരാടിയ വ്യക്തിയായിരുന്നു PM ഉണ്ണികൃഷ്ണൻ.